ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പവും അതിക്കുള്ള കറി ചെറുപയറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോമ്പിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. നനച്ചുളിപ്പണിയൊന്നും പറയട്ടോ. നിങ്ങളാരെങ്കിലും നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ചെറുപയർ വെന്തോന്നറിയാനായിട്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് തൂമിച്ചെടുക്കുക. അപ്പോൾ ചായൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ചോറിനുള്ളത് നോക്കട്ടെ. ഇത് ഉള്ളിപ്പൂവാണ് കേട്ടോ. ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി നല്ല രസമാട്ടോ അത് ഉപ്പേരി വെച്ച് തിന്നാൻ. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തേങ്ങ ചതച്ചിട്ട് വെക്കാം. അതിൻ്റെ ഇടയിൽ വെള്ളം മുക്കലും മുറ്റടിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫിയക്കുട്ടിക്ക് ചോറാണ് കേട്ടോ സ്കൂൾക്ക് കൊണ്ടുപോകണത്. രണ്ട് കയ്യിലെ ചോറിട്ടിട്ടുള്ളൂ കേട്ടോ. അതിലേറെ ഇട്ടാൽ അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ അത്ര തന്നെ ഇട്ട് കൊടുക്കലുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇതാ പാത്രത്തിലാക്കുകയാണ്. പിന്നെ കുറച്ച് അച്ചാറും വെച്ച് കൊടുക്കണുണ്ട്. ഇത് മിക്സഡ് അച്ചാറാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് അവൾ വീട്ടിൽ അച്ചാറുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നാരങ്ങ, മാങ്ങ മിക്സഡ്, അതേപോലെ മീൻ, അങ്ങനത്തെ അച്ചാറുകളൊക്കെ അവൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളടുത്ത് നിന്ന് വാങ്ങിയ അച്ചാറാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാറൊക്കെ. സ്കൂൾക്ക് കൊണ്ടുപോകാനായിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, മുടി കെട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എന്തൊക്കെയുണ്ട്? ചോറും ഉപ്പേരി അച്ചാറും വെള്ളം വെക്കേക്ക്. അപ്പോൾ മക്കൾ രണ്ടാളും സ്കൂളിൽ പോയിട്ടോ. ഇനി ചോറുക്കുള്ള കറി ഉണ്ടാക്കട്ടെ. പരിപ്പാണ് കറി ഉണ്ടാക്കുന്നത്. അതിക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടുങ്ങാണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഉപ്പിട്ട് ആണ് ഇട്ട് വെക്കുന്നത്. പരിപ്പ് ഒരു പകുതി വേവായിട്ട് ചീര ഇട്ട് കൊടുക്കുക. നമ്മളെ പറമ്പിലുണ്ടായ ചീര തന്നെയാണ് കേട്ടോ അത്. കറി വേകുമ്പോഴത്തിന് കുറച്ച് പാത്രങ്ങളുണ്ട്, അത് കഴുകി വെക്കാം. ഏകദേശം 10-10:30 ആയപ്പോഴത്തിന് പണികളൊക്കെ തീർന്നു. പിന്നെ നമ്മളെ പറമ്പിൽ കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ തൈകൾ നനക്കാൻ വേണ്ടിയിട്ട് മോട്ടർ ഇട്ടിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അത് ഓഫാക്കാനാട്ടോ ഈ പോണത്. എന്നിട്ട് വന്നിട്ട് വേണം നോമ്പിനുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇനിയിപ്പോൾ 2 നൈറ്റിയും 2 പർദ്ദയും ഷേപ്പാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ചെറുതായിട്ട് വീട്ടിലൊക്കെ തയ്ക്കും. ചുരിദാർ, നൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തയ്ക്കും.
പിന്നെ ചെറിയ തോതിൽ നൈറ്റി തുണീൻ്റെ കച്ചവടം ഉണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. ആവശ്യമുള്ളവർ വന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ തയ്ച്ച് കൊടുക്കൽ. കോഴിക്കോട് പോയിങ്ങാണ്ടാണ് കേട്ടോ തുണികളൊക്കെ എടുക്കൽ. ഇപ്പോൾ ഒരുവിധം തുണികളൊക്കെ തീരാനായി. ഇനി നോമ്പാകുമ്പോഴത്തിന് തുണികൾ കൊണ്ടുവരണം. അപ്പം ഞാൻ ഒറ്റക്കല്ല പോകൽ, എൻ്റെ ഉമ്മ ഉണ്ടാവും കേട്ടോ കൂടെ. ഉമ്മാക്കും ഉണ്ട് ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നൈറ്റി തുണീൻ്റെ കച്ചവടം ഉമ്മാക്കും ഉണ്ട്. മാറാല ഇടക്കിടക്ക് ഇങ്ങനെ തട്ടണതുകൊണ്ട് വല്ലാതെ കൂടിയിട്ടൊന്നുമില്ല. പിന്നെ മാറാലൻ്റെ കോലുമക്കാരും നോക്കണ്ട, അത് പൊട്ടിയപ്പോൾ ഞാൻ തന്നെ കൂട്ടി കിട്ടിയതാണ്. ഇത് വന്നിട്ട് കുറച്ച് പഴയ ബുക്കുകളാണ്. കഴിഞ്ഞ വർഷത്തെ മദ്രസത്തെ സ്കൂളത്തെ നോട്ട് ബുക്കും ടെക്സ്റ്റ് അങ്ങനത്തെ ബുക്കുകളാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ബാഗിലാക്കിങ്ങാണ്ട് എടുത്ത് വെക്കലാണ്. നല്ല ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കും. ബാക്കി വരുന്നത് പഴയതുകാർ വരുമ്പോൾ ഓൽക്ക് കൊടുക്കും. ബുക്കുകൾ നോക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ അതാ ഇങ്ങനെ ഒരു ബുക്ക് കണ്ടത്. മലബാർ വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ വാങ്ങിയ ഒരു ബുക്കാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 15 വർഷത്തോളമായി. ഇതിൽ പല ഐറ്റംസ് ഫുഡ് ഉണ്ടാക്കണതൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ നോക്കിയിട്ടല്ലായിരുന്നു നമ്മളാദ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നപ്പം ബുക്ക് ഇപ്പോൾ ആരും നോക്കാറുണ്ടാവില്ല, ഒക്കെ ഫോണിൽ നോക്കിയിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത ബുക്കുകളൊക്കെ ഇതാ ഇങ്ങനെ ഒരു ഡ്രമ്മിലാണ് കേട്ടോ ഇട്ട് വെക്കാറുള്ളത്. നോമ്പ് വരിക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മളെ വീട് വൃത്തിയാക്കാനും എല്ലാ മുക്കും മൂലയും അടിച്ചോരലും തുടക്കലും അങ്ങനെ കുറേ പണികളുണ്ടാവും. അതൊക്കെ വൃത്തിയിൽ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അതാ ഉള്ളിലുള്ള ഏകദേശം പണികളൊക്കെ തീർന്നു. ഇനി ജനലും കൂടി ഉണ്ട് കഴുകാൻ. അപ്പോൾ ഈ കാണുന്ന ടേബിൾ മേലാണ് കേട്ടോ ഞാൻ തുണികൾ വെട്ടാറുള്ളത്. പിന്നെ അതാ ഇതൊക്കെ തയ്ക്കാനുള്ളതാണ്. ഇങ്ങനെ ഓരോ പണികളുടെ ഇടയിൽ അതും തയ്ച്ചു കൊടുക്കും. പിന്നെ 2-3 ദിവസമായി മെഷീൻ ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ഓരോ പണികളേക്കാരം. അപ്പോൾ ഇരിക്കാൻ സമയം കിട്ടൂല. പിന്നെ കുട്ടികൾക്ക് രണ്ടാക്കും പൊതുപരീക്ഷയാണ് മദ്രസയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ പോലെ കൂടെ ഇരിക്കും പഠിപ്പിക്കാൻ. ഒരു റൂമിലുള്ള നനച്ചുള്ളി പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇനി എടുക്കാൻ നിന്നാൽ തീരൂല. ഫാനിൻ്റെ ഉള്ളിൽ നിറച്ച് പൊടിയേനി. അപ്പോൾ അത് അതിൻ്റെ സ്ക്രൂവൊക്കെ ഒന്ന് കഴിച്ചെടുത്തുകൊണ്ട് ഞാനത് ആ പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഫാനിൻ്റെ സ്ക്രൂ കഴിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പേനി കേട്ടോ. പക്ഷേ അത് തുടക്കലൊക്കെ കഴിഞ്ഞ് അതൊന്ന് ഇടാൻ നോക്കിയപ്പോൾ കുറേ ബുദ്ധിമുട്ടി അതൊന്ന് ഇടാൻ. ഇടും ഒന്നിന് ചാടും, ഇടും ഒന്നിന് ചാടും, അങ്ങനെ പിന്നെ അവസാനം ഒന്ന് ശരിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.